നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാൻ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ തമ്മിലുള്ളൊരു ഫ്യൂച്ചർ എനർജി എന്തായിരിക്കുമെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതൊരു ഡിവൈൻ എനർജിയാണ്, അത് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഒരു ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി അറിയാനും മുന്നോട്ടേക്കുള്ള എനർജിയിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നുമെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാനും പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അതുപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിലും ബന്ധനങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ലൈഫിൽ വരുന്ന ബ്ലോക്കേജുകൾ, തടസ്സം, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല സിറ്റുവേഷൻസുകളുടെയും ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ, ഇങ്ങനെ നിങ്ങളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഓരോ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് ടാറോ റീഡിങ്സിലൂടെ മറുപടി ലഭിക്കുന്നതാണ്. വിശ്വാസത്തോടു കൂടി മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് ജൂൺ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ്. മാർച്ച് മാസം എപ്പോഴും നമുക്ക് കണക്റ്റഡ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്. നിങ്ങൾ ലൈക്കെങ്കിലും ചെയ്യണം കേട്ടോ, നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ലൈക്കും കമൻറ്റും ചെയ്യുന്നതിന് നല്ലതാണ്. യൂണിവേഴ്സലിനോട് താങ്ക്സ് പറഞ്ഞാണെങ്കിലും ഒരു മെസ്സേജ് ഇടാൻ നോക്കണം. കാരണം അത് നമുക്കൊരു എനർജി കണക്റ്റഡ് ആവാനും തുടർന്നുള്ള റീഡിങ്സുകളിലെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരാനുമാണ് കേട്ടോ. നമ്മൾ ചുമ്മാ കേട്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇതിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് വരും. അപ്പം നെക്സ്റ്റ് വീഡിയോകളിൽ നിങ്ങൾക്ക് കറക്റ്റാണ്, അക്യുറേറ്റ് ആകുന്ന ഇൻഫർമേഷൻസുകൾ വന്ന് ചേരുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. വേൾഡ് കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഒരു അവസാനിച്ചു പോയ ബന്ധത്തിൻ്റെ എനർജിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ടും അതുപോലെ തന്നെ ഒരു ഒരുപാട് നാളുകളായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ, അല്ലെങ്കിൽ ഒരു രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പം കണക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വലിയൊരു ശക്തമായ പെയിനും ശക്തമായ വീഴ്ചകളും അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ചില ട്രോമാസുകളും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ഫാമിലി എനർജിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നല്ല ഒരു പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ നിന്ന സിറ്റുവേഷൻസും അതുപോലെ നല്ല രീതിയിൽ ഇമോഷണലി ഫിസിക്കലി കണക്റ്റഡ് ആയ ബന്ധങ്ങളുടെ എനർജിയും എല്ലാം ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോട്ടലി കാർഡ്സിലേക്ക് കാണുമ്പോൾ ഒരു വേദന, ഒരു വലിയ ശക്തമായ പെയിൻ അനുഭവിക്കുന്ന, ചിലപ്പോൾ നിങ്ങളൊരു ഡിപ്രഷനിലേക്കൊക്കെ പോയി ഒരു അവസാനിപ്പിക്കുക എന്ന്, ജീവിതത്തിന് ഇനി ഒരു എനർജി ഇനി മുന്നോട്ടേക്ക് വേണ്ട എന്ന് ചിന്തിച്ച ചില സിറ്റുവേഷൻസ് വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് കാലുകൾ എടുത്ത് വെച്ച, മുന്നോട്ടേക്ക് അതിനു വേണ്ടിയിട്ട് പോവാൻ ശ്രമിച്ച സാഹചര്യം വരെ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ കാർഡുകളിൽ നിന്ന് തന്നെ നമുക്കൊരു പെയിനാണ് കാണാൻ പറ്റുന്ന, ഒരു വേദനയാണ് എനർജി പോലെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ഇങ്ങനെ പുകഞ്ഞ് നീറി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു
ഒരു വേദന, ഒരു പെയിൻ എനർജിയുടെ പ്രസൻസ് നമുക്കിതിനകത്തുനിന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുടുംബക്കാരുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി, ചിൽഡ്രൻസിൻ്റെ പ്രസൻസൊക്കെ കണക്റ്റഡ് ആയ ബന്ധവും ഇതിനകത്ത് എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും വിശ്വസിച്ച് കണക്റ്റഡായ വ്യക്തികളുടെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിനകത്ത് വലിയ ഒരു ചീറ്റിങ്ങും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പല രീതിയിലുള്ള എനർജികളിലൂടെയും നടക്കുന്ന, അതായത് ഒരു വ്യക്തിയിൽ തന്നെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ചില നെഗറ്റീവാകുന്ന, മോശമാകുന്ന പല സ്വഭാവ രീതികളുള്ള വ്യക്തികളുടെ പ്രസൻസും നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വശീകരണത്തിലൂടെ നിങ്ങളെ കണക്റ്റ് ചെയ്തെടുത്ത സിറ്റുവേഷൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈഗോയാണ്, ഫൈറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള എനർജിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും സോൾ കണക്ഷൻസ് ഉള്ള ബന്ധമായിരുന്നു. അതിനെ വല്ലാത്ത രീതിയിൽ മോശമാക്കി തീർത്ത് അത് കൈവിട്ട് കളഞ്ഞതും പല രീതിയിലുള്ള നെഗറ്റിവിറ്റികൾ അതിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്ത സിറ്റുവേഷൻസാണ്. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം അവസാനിച്ച് ക്ലോസ് ചെയ്ത് ഇനി മുന്നോട്ടേക്ക് ഈ ഒരു എനർജി ഇല്ല എന്ന് മനസ്സിലാക്കിയ സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു കാർമിക്കായിട്ട് നിങ്ങളിലേക്ക് വന്ന സിറ്റുവേഷൻസാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന വ്യക്തിയുടെ പ്രസൻസ് തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ മാര്യേജ് എനർജി ആയാലും കാർമിക് ഉണ്ടാവും കേട്ടോ. കാരണം നമുക്കതിനകത്ത് ഒരു രീതിയിലും സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റാത്ത രീതിയിൽ, പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ബന്ധത്തെ കണക്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഒരുപാട് ആൻസൈറ്റി അനുഭവിച്ചിട്ടുണ്ട്. ഉത്കണ്ഠയായിരുന്നു. കാരണം ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നിക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു. കാരണം കുറച്ച് നല്ലതാണെങ്കിൽ കുറച്ച് സമയങ്ങൾ വളരെ മോശമാകുന്ന ഡാർക്ക് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ഒന്ന് മാറി പ്രശ്നങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റിയതായിട്ടുള്ളൊരു എനർജി കാണുന്നില്ല. ഒന്നെങ്കിൽ ഒരു വൈരാഗ്യം വെച്ച് പെരുമാറുന്നൊരു ഫീലിങ്സ് തോന്നിക്കാണും, ഒരു മടുപ്പ്, ഒരു വിരക്തി എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്ന സമയത്ത് ഒരുപാട് എനർജി ആ ഒരു സിറ്റുവേഷൻസ് കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയുക, ഒരാൾക്ക് വേദന മാത്രം നൽകി മറ്റൊരാൾ സേഫായ ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. ഇല്യൂഷൻ എനർജി, ഒരു മിഥ്യാധാരണ, തെറ്റിദ്ധാരണയുടെ ചില സിറ്റുവേഷൻസുകളും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ശരിക്കും അനുഭവിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ചില വ്യക്തികൾ നല്ല രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്നവരുണ്ട്. ചിലർ നല്ലവരായിട്ട് കൂടെ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയെയും ബേസ് ചെയ്ത് നെഗറ്റീവുകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തികളുടെ പുറമേയുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയതാണ് കേട്ടോ. എത്രത്തോളം പൂർണ്ണതയിൽ എത്തിയോ അത്രത്തോളം വീഴ്ചയും താഴേക്ക് വീണ് അവസാനിച്ചു പോയി. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചിങ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് കാർമിക് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടും ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു ബന്ധമായതുകൊണ്ടും നമുക്ക് ഡിവൈനും കൂടി ഇതിനകത്ത് കൂടിച്ചേരലുകൾ, തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വീഴ്ച, ഒരു എന്താ പറയുക, ഒരു സെപ്പറേഷൻ ഈ ഒരു റിലേഷനിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശക്തമായിട്ടും ഈ ഒരു ബന്ധം അവസാനിച്ച് വീണുപോയ സിറ്റുവേഷൻസാണ് കേട്ടോ. ശരിക്കും നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്നും നിങ്ങൾക്കിനി ഈ ഒരു ബന്ധത്തെ തിരിച്ച് കിട്ടില്ല എന്നും നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്കും ആ ഒരു എനർജിയിലൂടെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ കാര്യം തന്നെയാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. ശരിക്കും ഇതിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഈ ഒരു ബന്ധം അവസാനിച്ചു പോയി, നിങ്ങൾ ശരിക്കും ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല, ഇനി ഇതിനകത്തൊരു ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റ്, റീബർത്ത് എനർജി ഇതിനകത്തുണ്ട് കേട്ടോ. നിങ്ങൾക്കതിനുള്ളൊരു ഇന്നർ കോളിംഗ് വരുന്നതാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും ഡിവൈൻ തരും കേട്ടോ. കാരണം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ പോലും തോന്നിയത് വല്ലാത്തൊരു എനർജി ഫീലിങ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം എനിക്ക് ഇത്രയും ഒരു
പെയിൻ എനർജിയുടെ ഫീലിങ്സ്. കാരണം എൻ്റെ മുന്നിലിരുന്ന് ഒരാൾ കരയുന്ന ഒരു എനർജി എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ്. നിങ്ങൾക്കൊരു റീബർത്ത് എനർജി ഉണ്ട്. നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങൾ ആ ഒരു വീണ് കിടക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഉയർച്ച, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മീറ്റപ്പ് എനർജി ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വേദന, നിങ്ങളുടെ സോൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക പിരിമുറുക്കം, നിങ്ങളുടെ സോള് ശരിക്കും സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പുറമേ ഹാപ്പിയാണ്, സന്തോഷത്തോടു കൂടി പോകുന്നു എങ്കിൽ പോലും നിങ്ങളുടെ സോൾ എപ്പോഴും ഒരു മുറിവേറ്റ് ഇരിക്കുന്ന, അതായത് വളരെ ശക്തമാകുന്ന മുറിവേറ്റിരിക്കുന്ന ഒരു എനർജിയിലാണ്. ആ ഒരു വേദനയിൽ നിന്നും ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രഗിളിങ്ങിൽ നിന്ന് സോളിന് പുറത്ത് കടക്കാനോ സ്ട്രോങ് ആവാനോ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രശ്നങ്ങളും സെപ്പറേറ്റഡ് ആയിട്ടും വലിയൊരു എന്താ പറയുക, ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ട് പോലും നിങ്ങളെ വലിയൊരു ട്രാപ്പ്ഡ് എനർജിയിലേക്ക് തള്ളിയിട്ടിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ എബ്രോഡ് എനർജിയിലേക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് എനർജിയിലും ആ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലും ആയിരിക്കാം. എന്താണെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ്, കടൽ കടന്നു പോയിരിക്കുന്ന ആ ഒരു ദൂരത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇമോഷൻസിനെ ഉപേക്ഷിച്ച് അതിനെ എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും പോയിരിക്കുന്നതാണ്. കർമ്മ എനർജി ഉള്ള ബന്ധമാണ്. കാർമിക്കാണ് ഈ ഒരു ബന്ധം. ചെറിയ കർമ്മയല്ല, നല്ല വളരെ സ്ട്രോങ് ആകുന്ന ഒരു കർമ്മ ബേസിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതാണ്. നിങ്ങളാണ് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ മൈൻഡിനെ ഡൗൺ ആക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇറങ്ങി മറ്റേതോ ഒരു സാഹചര്യത്തെ തേടി പോയി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനകത്തൊരു ഹാപ്പി ഫാമിലി പ്രസൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊരു ഫാമിലി പോലെ ജീവിക്കേണ്ട സിറ്റുവേഷൻസ് വരെ എത്തേണ്ട ബന്ധമായിരുന്നു. അതിനകത്ത് ഫോക്കസ്, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാതെ പോയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് കിട്ടാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ സക്സസ് നേടാൻ പറ്റാതെ പോയത്. ഒന്നെങ്കിൽ മനസ്സറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു ടോക്സിക്കിലേക്ക് മാറിക്കാണും ഈ ഒരു ബന്ധം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാർമിക് എനർജി ആണെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിയുമ്പം അതിനകത്തൊരു മാറ്റം, വലിയൊരു ചേഞ്ചിങ് സംഭവിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഡിവൈൻ പറയുന്നത് റീയൂണിയൻ സാധ്യമാണ്. നിങ്ങൾ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിച്ചത്. ഇതിനകത്ത് മാരിയേജ് എനർജിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സക്സസ്സിനുള്ള യോഗമുള്ള ബന്ധം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓർമ്മകൾ വളരെയധികം കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇമോഷണലി സെൽഫ് ലവ് എനർജിയിലേക്ക്, അതായത് നിങ്ങൾ പെയിൻ എനർജിയിൽ നിന്നും പുറത്ത് കടക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ സോളിനേറ്റിരിക്കുന്ന മുറിവിൽ നിന്നും പുറത്ത് കടന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കത് പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്കതിന് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ മാറണം. നിങ്ങൾ അതിനു വേണ്ട, അതായത് ഹാപ്പിനെസ് കണ്ടെത്താനുള്ള മാർഗങ്ങളിലേക്കും ബ്ലെസ്സിങ്സിനെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്താനുള്ള സാഹചര്യങ്ങളിലേക്കും നിങ്ങൾ മാറണം. തീർച്ചയായിട്ടും ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്മെൻറ്റിലേക്ക് മാറണമെന്നാണ് കാണുന്നത്. കാരണം ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് വരണം. നിങ്ങൾ ശുദ്ധമാകണം. നിങ്ങളുടെ ഉള്ളിലുള്ള പെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്നത് നിങ്ങളിലേക്ക് മറ്റൊന്നിനെ കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുക, സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് മാറുക. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ഇപ്പം ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന സിറ്റുവേഷൻസ് എവിടെയാണോ അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഡിവൈൻ കാണിക്കുന്നത്. ആരോടൊത്താണോ ഇപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്
ആരോടൊത്താണോ നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നത് അവിടെ ഒരു പൂർണ്ണത കൊടുത്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു അതോറിറ്റി ഉണ്ടാവണം. അതായത് നിങ്ങളെ മറ്റുള്ളവർ കൂടുതലായിട്ട് ഭരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ കൂടുതലായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾ പലയിടങ്ങളിലും താഴ്ന്നു കൊടുക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ തിരിച്ച് മാറണം. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു അതോറിറ്റി ഉണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവണം. ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുക എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കണം, മറ്റുള്ളവരുടെ പ്രസൻസ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സോൾ സെർച്ചിങ് എനർജിയിലേക്ക് വരിക. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, നിങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കണ്ടെത്തുക. കൂടാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിലേക്ക് വരിക, സെൽഫ് ലവ് ചെയ്യുക. അതായത് നിങ്ങൾ പോസിറ്റീവ് ആകാൻ നോക്കുക. ശരിക്കും ഇച്ചിരി സ്പിരിച്വൽ പാതയിലേക്കൊന്ന് മാറാൻ നോക്കുക കേട്ടോ. അതായത് ഇച്ചിരി മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന കാര്യത്തിലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ ഒരു ചടഞ്ഞ എനർജിയിൽ, ഒരു ഓൾഡ് എനർജിയിലേക്ക് മാറിയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവിടെ നിന്നും നിങ്ങളൊരു യങ് എനർജിയിലേക്ക് ആവാൻ ശ്രമിക്കുക എന്നെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങളിൽ മാറ്റം സൃഷ്ടിക്കേണ്ട സമയമാണ്. നിങ്ങളിലേക്ക് ബന്ധം വരണമെങ്കിൽ നിങ്ങളിൽ മാറ്റം സൃഷ്ടിക്കണം എന്നുള്ളതിന് 100% ഉറപ്പുണ്ട്. ബെർഡൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ്. അതിൻ്റെ സമയം അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, അതായത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ശനിദേവൻ്റെ ഒരു പ്രസൻസ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും ആ ഒരു വ്യക്തി ജസ്റ്റിസ് നടപ്പിലാക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ആ ഒരു ബർഡൻ മാറ്റി വയ്ക്കാൻ, ഇറക്കി വെക്കേണ്ട സമയമാണ് ഇനി അങ്ങോട്ടേക്ക്. മാത്രവുമല്ല നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്നുണ്ട്. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിങ്ങൾക്കൊരു മാറ്റം ഇനി മുന്നോട്ടേക്ക് സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നേടിയെടുക്കാൻ ഒരു ലോങ് ടൈം സക്സസ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറണമെന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾക്കുടെ വാല്യൂ നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മറ്റെന്തിലൊക്കെയോ ഫോക്കസ്ഡ് ആകുന്നു. ചിലപ്പോൾ ഈ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നുള്ളൊരു ചെറിയൊരു അവഗണന വരെ നിങ്ങളെ പൂർണ്ണമായിട്ടും തളർത്തി കളയുന്നുണ്ട്. അത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഡിപ്പെൻഡ് ആയാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട എല്ലാ കാര്യവും വരുള്ളൂ. മറ്റുള്ളവർ നമ്മളെ എപ്പോഴും പുകഴ്ത്തി പറയുക, മറ്റുള്ളവരെപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുക, മറ്റുള്ളവരിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആകുമ്പം നമ്മളിലെ എനർജി നമ്മളിൽ നിന്നും പുറത്ത് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡിവൈൻ തരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക. ഏറ്റവും മെയിനായിട്ട് സന്തോഷം കണ്ടെത്തുന്ന, നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുന്ന, നിങ്ങൾക്ക് എവിടെയാണോ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ സിറ്റുവേഷൻസിനെ കൂടുതൽ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു സ്റ്റക്കാണ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പല കാര്യങ്ങളെ ഫോക്കസ് ചെയ്യണമെന്ന്, പക്ഷേ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ആണ് വന്നിരിക്കുന്നത്. അതായത് കൺഫ്യൂഷൻ. രണ്ട് സാഹചര്യമാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നും എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരു ശൂന്യമായിട്ട് തന്നെ ഈ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നും മാറ്റം വരുത്തണമെന്ന്. അങ്ങനെയല്ല, ഒറ്റ കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മാറ്റം സൃഷ്ടിക്കുക കേട്ടോ. മറ്റൊരു ലോകം, അതായത് നിങ്ങളുടെ സമയം, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാർമിക് എനർജിയുടെ അവസാന സമയത്തിലാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ മാറിയാൽ മാത്രമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാജിക്ക് നടത്തിയാൽ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നത് മെഡിറ്റേഷനാണ് കേട്ടോ. തീർച്ചയായിട്ടും ദ മജീഷ്യൻ എനർജിയാണ്. ഒരു മിറാക്കിള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ സൃഷ്ടിക്കേണ്ട സമയമായി. നിങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജികളിൽ മാറ്റം വരികയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മിറാക്കിള് സൃഷ്ടിക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് മറ്റാരോ നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആരും ഒരു പുഷും ചെയ്യേണ്ട, നിങ്ങൾ സ്വയം മുന്നോട്ടേക്ക് പോകാൻ നോക്കുക. നിങ്ങൾ ആലോചിച്ച് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന എനർജിയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണോ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം ഒരു സെലിബ്രേഷൻ, വിവാഹം പോലുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന, അതിനൊക്കെ പറ്റിയ ഒരു സമയം നിങ്ങളിലേക്ക്
വരുന്നുണ്ട്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസും നിങ്ങളെ തേടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രഷ്യസ് ആകുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടാതിരിക്കാനുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകണം. നിങ്ങളിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് എനർജിയിലേക്കും കുറച്ച് മെഡിറ്റേഷനിലേക്കൊക്കെ മാറണം. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആയിരുന്നു ഇത്രയും കാലം നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത്. ആ സാഹചര്യം അവസാനിക്കുവാണ്. 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഒരു ഉപേക്ഷിക്കേണ്ട സമയമായി. അത് നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോകുന്നൊരു സമയമാണ്. ഇനി നിങ്ങൾക്ക് വെൽത്ത് എനർജിയാണ് വരാൻ പോകുന്നത്. അതായത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് വരുന്നത്. നിങ്ങൾ അത് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ ഫലം ലഭിക്കാൻ പോകുന്നതെന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഇമോഷണൽ ലോസ് എനർജി നിങ്ങൾക്ക് കുറച്ചും കൂടി മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുന്ന സിറ്റുവേഷൻസാണ് ആ ഒരു ബന്ധത്തിനൊരു ഫ്യൂച്ചർ പറയാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഒരു ലോസ് എനർജി, ഒരു കാത്തിരിപ്പ്, നിങ്ങൾ ആ ഒരു നിരാശയിൽ നിന്നും പുറത്ത് കടക്കുക എന്നതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ കാത്തു വെച്ചിരിക്കുന്ന ഒരു സ്നേഹം കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ആ ഒരു പ്രസൻസിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻസ് ആണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ നെഗറ്റീവ് ഊർജ്ജമുണ്ട്. അതായത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ബ്ലാക്ക് മാജിക് പോലുള്ള ചില കാര്യങ്ങൾ ചെയ്യപ്പെട്ടിട്ടുള്ള ബന്ധമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പവർ ലോസിങ് ആണ്, ചീറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. പുറമേ നിന്നും ഒരു ശക്തിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്തേ പറ്റുള്ളൂ. പ്രെയറും മെഡിറ്റേഷനും വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു സോൾ കണക്ഷൻസ് ആണ്. എത്രയൊക്കെ ദൂരേക്ക് പോയാലും വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും, നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റിയോട് കൂടി ഒരു ഗുഡ് ന്യൂസ് എനർജി ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു പൂർണ്ണമായിട്ടും ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതിനകത്ത് ഒരു മസ്കുലൻ എനർജി മീൻസ് ഒരു മാരിയേജ് എനർജിയുടെ പ്രസൻസ് ആവാം. ഒരു മസ്കുലൻ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊക്കെ ഒരു ബ്ലോക്കേജ് വരുത്തുന്നത്. മൂൺ എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ്, മൂൺ എനർജിയുടെ ഒരു ചേഞ്ചിങ്, ആ ഒരു കാലചക്രം കറങ്ങി വരുമ്പം നിങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ റീഡിങ്സിലും മൂൺ എനർജിയുടെ പ്രസൻസിലൂടെയാണ് ഈ ഒരു ബന്ധം അവസാനിച്ചു പോയത്. ചന്ദ്രൻ്റെ ഒരു എനർജി, ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും അട്രാക്റ്റഡ് ആകും. ശരിയും തെറ്റും കാണാതെ അപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളിലേക്ക് സുഖലോലുപതയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അത് തന്നെയാണ് നമുക്ക് അവസാനവും വന്ന് നിൽക്കുന്നത്. ദ മൂൺ എനർജിയുടെ പ്രസൻസ്. തീർച്ചയായിട്ടും ആ ഒരു തെറ്റ് തിരുത്തപ്പെടും. അതായത് ആ തുടങ്ങിയെടുത്ത് എവിടെയാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് അത് ലാസ്റ്റിൽ തിരുത്തപ്പെടും. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാത്തിരിപ്പിന് ഒരു അവസാനമുണ്ട്. തീർച്ചയായിട്ടും ഒരു കണക്ഷൻ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലൊരു കോണ്ടാക്റ്റിലേക്ക് വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം? സെൽഫ് ലവ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ.